ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രഘുവിൻ്റെ പിറന്നാളായതുകൊണ്ട് നിത്യ പാൽപായസം ഉണ്ടാക്കുകയാണ്. എന്നാൽ ഇപ്പോഴും ജീവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണ് നിത്യ ഓർക്കുന്നത്. ജീവൻ തന്നോട് പെരുമാറിയ ഓരോ നിമിഷത്തെപ്പറ്റിയും ഓർക്കുകയാണിപ്പോൾ നിത്യ. ഈ സമയം രഘു മുറിയിൽ നിൽക്കുകയായിരുന്നു. അവിടേക്ക് വളരെ സന്തോഷത്തോടെ സുജാത വന്നിട്ട് പറയുന്നു, രഘുവേട്ടാ ആ കൈയൊന്ന് നീട്ടിയേ. രഘു ഒരു കൈ നീട്ടിയപ്പോൾ രണ്ട് കൈ നീട്ടാൻ സന്തോഷത്തോടെ പറയുകയാണ് സുജാത. അങ്ങനെ രഘു രണ്ട് കൈയും നീട്ടുന്നു. രഘുവിനെ ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കുകയാണ് സുജാത. ഇതെന്താടോ സംഭവം എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല, ഞാൻ ചുമ്മാ എടുത്തന്നേ ഉള്ളൂ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ആശംസയും നേരുകയാണ് സുജാത. തനിക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് രഘു ചോദിച്ചപ്പോൾ സുജാത പറയുന്നു, വേറെ പണിയൊക്കെയുണ്ട്, പക്ഷേ വേറെ ഭർത്താവില്ല ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ. അല്ല, പിള്ളേർ പറയുന്നത് പോലെ ഞാൻ ഈ ബർത്ത്ഡേ ആഘോഷിക്കാത്തതിൽ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് രഘു ചോദിക്കുന്നു. ഞാനൊരു ബോറനാണെന്ന് തോന്നിയിട്ടുണ്ടോ? സുജാത പറയുന്നു, രഘുവേട്ടൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം പ്രത്യേകമായി എന്തെങ്കിലും ഒരു ആഘോഷം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. നമ്മുടെ ജീവിതം എന്നും ആഘോഷമല്ലേ, പിന്നെന്താ? ഇതാണ് മനസ്സറിയുന്ന ഭാര്യ എന്ന് പറയുന്നത് എന്നൊക്കെ രഘു പറയുന്നു. ആ സമയം സുജാതയുടെ രഘുവിൻ്റെ ഫോൺ വിളിക്കുന്നുണ്ട്. ആരോ വിളിക്കുന്നത് സദാനന്ദനാണ്. രഘു ആണോ? സുജാത എവിടെയെന്ന് സദാനന്ദൻ ചോദിക്കുന്നു. സുജാത എൻ്റെ അരികിൽ തന്നെയുണ്ട്, ഞാൻ സ്പീക്കറിൽ ഫോൺ ഇടാം എന്ന് രഘുവും പറയുന്നു. അതെ, ഒരു പ്രത്യേക വിശേഷം പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. ഇവിടെ ഞങ്ങളുടെ വീട്ടിനടുത്ത് ഒരു ക്ലബ്ബുണ്ട്. അവർ കുറേ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അവർ ഒരു പുതിയ ലൈബ്രറി തുടങ്ങുന്നുണ്ട്. അതിലെ ഉദ്ഘാടനവും നമ്മുടെ നാട്ടിലെ കേമനായ ഒരു എഴുത്തുകാരന് ഒരു അവാർഡും കൊടുക്കുന്നുണ്ട്. ഈ നാട്ടിൽ നിന്ന് എന്നൊക്കെ പറയുമ്പോൾ നമ്മളറിയാതെ സദാനന്ദേട്ടൻ വല്ല എഴുത്തും തുടങ്ങിയിട്ടുണ്ടോ എന്ന് രഘു പറയുമ്പോൾ സദാനന്ദൻ പറയുന്നു, ഏയ് അത്തരം സാഹസങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഈ എഴുത്തുകാരന് കൊടുക്കുന്ന അവാർഡുണ്ടല്ലോ, അത് നിത്യയുടെ അമ്മയുടെ ഓർമ്മയായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. വന്ന് കയറിയത് മുഴുവനും അറിയാവുന്ന പിള്ളേരല്ലേ, സമ്മതിക്കാതെ വേറെ നിവൃത്തിയില്ലാണ്ടായിപ്പോയി. അത് കൊള്ളാലോ, നിത്യമോൾക്ക് ഇതറിയുമ്പോൾ വലിയ സന്തോഷമാകുമെന്ന് സുജാത. അതെ, ചടങ്ങിന് നിത്യ ഉണ്ടാവണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു ആ ചടങ്ങിലൊന്ന് പങ്കെടുത്താലോ എന്ന്. അവളുടെ അമ്മയുടെ പേരിലുള്ള ഒരു കാര്യം നടക്കുകയല്ലേ, നമ്മൾക്ക് എല്ലാവർക്കും കൂടി പോയാലോ, എന്ത് പറയുന്നു? ഇത് കേട്ട് സന്തോഷത്തോടെ രഘു പറയുന്നു, അതിനെന്താ, അത് സന്തോഷമുള്ള കാര്യമല്ലേ. എന്നാണ് ഈ പ്രോഗ്രാം? അത് നാളെയാണ്, ബുദ്ധിമുട്ടാവോ എന്ന് സദാനന്ദൻ. അതിനെന്താ, ഇവിടെ എന്ത് തിരക്കുണ്ടെങ്കിലും നിത്യയുടെ അമ്മയുടെ പേർക്കുള്ള ഒരു കാര്യം നടക്കുമ്പോൾ അതൊരു കാര്യമേ അല്ല എന്ന് സുജാത. ഞങ്ങൾ കൃത്യസമയത്ത് അവിടെ എത്തിയിരിക്കുമെന്നും സുജാത പറയുന്നുണ്ട്. ഈ വിവരം ഞാനാണോ അതോ അച്ഛനാണോ നേരിട്ട് മോളോട് പറയുന്നത് എന്നും ചോദിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് സദാനന്ദേട്ടൻ തന്നെ മോളോട് വിളിച്ച് പറഞ്ഞോളൂ. അത് കഴിയുമ്പോൾ എൻ്റെയും രഘുവേട്ടൻ്റെയും അടുത്തേക്ക് മോളുടെ ഒരു ഓടിവരക്കുണ്ട്. അതെന്തിനാ ഞങ്ങൾ മിസ്സാക്കുന്നത് അല്ലേ രഘുവേട്ട എന്നൊക്കെ സുജാത പറയുന്നുണ്ട്. പിന്നെ സദാനന്ദൻ്റെ വിശേഷങ്ങൾ ചോദിക്കുകയാണ് രഘു. എന്നാ ആയിക്കോട്ടെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് മോളെ വിളിച്ചോളാം എന്ന് അവർ വിളിക്കുന്നു. ഇവിടെ അസോസിയേഷൻ്റെ അടുത്ത വാർഷികം വരുമ്പോൾ നിത്യമോളുടെ അമ്മയുടെ എന്തെങ്കിലും ഒരു ചടങ്ങ് നമുക്ക് ഇവിടെയും ചെയ്യണമെന്ന് സുജാത രഘുവിനോട് പറയുന്നു. ചെയ്തോളൂ, മോള് സന്തോഷിക്കുന്ന എന്ത് കാര്യവും തനിക്ക് ചെയ്യാം. താൻ ചെയ്യുന്ന എന്ത് കാര്യത്തിനും എനിക്ക് പരിപൂർണ സമ്മതമാണെന്ന് രഘുവും പറയുന്നുണ്ട്. സുജാത ഇവിടെ നിൽക്കുമ്പോൾ ഗ്യാസിൻ്റെ മണം വരുന്നു. അയ്യോ, ഗ്യാസിൻ്റെ മണം വരുന്നത് പോലെ നിത്യമോള് അടുക്കളയിലില്ലേ എന്നൊക്കെ വിചാരിക്കുകയാണ് സുജാത. എന്നിട്ട് പെട്ടെന്ന് കിച്ചണിലേക്ക് പോവുകയാണ് സുജാത. നിത്യയാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അതും ഗ്യാസ് ഓൺ ചെയ്തിട്ട് ജീവൻ്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ സുജാത അവിടെ ചെന്നപ്പോൾ നിത്യ ആ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് ഓടിച്ചെന്ന് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് സുജാത. മോളെ നീ എന്തായി കാണിക്കുന്നത് എന്ന് സുജാത ഗ്യാസ് ഓൺ ചെയ്തിട്ട് എനിക്ക് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നിത്യ ശ്രദ്ധിക്കുന്നത്. അയ്യോ അമ്മേ, ഞാനെന്തോ ആലോചിച്ച് നിന്നുപോ എന്ന് പറയുന്നു. ശ്രദ്ധിക്കേണ്ടേ മോളെ എന്ന് സുജാത ടെൻഷനോടെ പറയുന്നു. നേരത്തെ ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോയെന്ന്, അപ്പോൾ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. നിത്യ പറയുന്നു, അച്ഛൻ തനിച്ചല്ലേ എന്ന് ആലോചിച്ച് ഇരിക്കേണ്ട സുജാത പറയുന്നു. അച്ഛൻ തനിച്ചല്ലേ എന്നാലോചിച്ച് വിഷമങ്ങൾ ഉണ്ടാവും, പക്ഷേ അതിന് ഇങ്ങനെ ഓരോന്ന് ചെയ്യാമോ? ശ്രദ്ധയില്ലാതെ മോൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ ഈ അമ്മ ജീവിച്ചിരിക്കില്ല കേട്ടോ എന്നും സുജാത പറയുന്നു. അമ്മയോട് സോറി പറയുകയാണ് നിത്യ. എന്നോട് സോറി പറയണ്ട, എന്തോ ദൈവഭാഗ്യത്തിനാണ് ഞാനിത് തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ എന്നൊക്കെ സുജാത പറയുന്നു. മോൾക്ക് അച്ഛനെ വിളിക്കണോ അതോ അച്ഛൻ്റെ അടുത്ത് പോകണോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോ എന്നെ സുജാത വീണ്ടും പറയുന്നു. കുഴപ്പമില്ല അമ്മേ, ഇനി ഞാൻ ശ്രദ്ധിച്ച് ചെയ്തോളാമെന്നും നിത്യ പറയുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഗ്യാസ് കത്തിച്ചാൽ മതിയെന്നും സുജാത പറയുകയാണ്. എന്നിട്ട് വളരെ വിഷമത്തോടെ സുജാത അങ്ങോട്ടേക്ക് നിൽക്കുന്നു. അമ്മയോട് പറയാതെ ഒരു സങ്കടവും നിന്റെ മനസ്സിൽ ബാക്കി കിടക്കരുത്, എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുമെന്നും തോന്നരുത്. അത്രയും പറഞ്ഞ് സുജാത അവിടെ നിന്ന് പോകുന്നു. നിത്യ മനസ്സിൽ വിചാരിക്കുന്നു, ഇത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മയോട് എങ്ങനെയാണ് ഞാൻ പറയുന്നത്, പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ ആ പാപം വിഷമിക്കും എന്നൊക്കെ നിത്യ ഇങ്ങനെ ഓർക്കാണ്. അപ്പുറത്തേക്ക് പോയിരിക്കുന്ന സുജാത നിത്യയെ പറ്റി തന്നെയാണ് ആലോചിക്കുന്നത്. എന്തോ ഒരു വിഷമം എൻ്റെ കുട്ടിയുടെ ഉള്ളിൽ തട്ടിയിട്ടുണ്ട്.
അല്ലാതെ അവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നും സുജാത മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. നിത്യ പായസം വെക്കുകയാണ്. പിന്നെയും സുജാത നിത്യയുടെ അരികിലേക്ക് പോകുന്നു. വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണ് ആ പായസത്തിൽ നിത്യ ചേർക്കുന്നത്. അതും സുജാത കാണുന്നുണ്ടായിരുന്നു. അമ്മ വന്നത് പായസം റെഡിയായി അമ്മേ, അമ്മ ഒന്ന് നോക്കി എന്ന് പറഞ്ഞ് കുറച്ചെടുത്ത് സുജാതയുടെ കയ്യിലേക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം സുജാത പറയുന്നു, എല്ലാം നന്നായിട്ടുണ്ട്, ഒന്നുകൂടി വറ്റിക്കോട്ടെ എന്നിട്ട് ഇറക്കാമെന്ന് നിത്യ പറയുന്നു. അമ്മ ഇങ്ങനെ നോക്കണ്ട, അമ്മ പോയതിനു ശേഷം എല്ലാം ഞാൻ ശ്രദ്ധിച്ചാണ് ചെയ്തതെന്നും നിത്യ പറയുന്നു. ശരവണനെ നോക്കുന്നു. ശരവണൻ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിയെ ശരവണനെ അടുത്തേക്ക് വിളിക്കുകയാണ് സുജാത. ശരവണനോട് പുറത്തു പോയി പാല് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. പാല് രാവിലെ വാങ്ങിച്ചതല്ലേ എന്ന് ശരവണൻ പറഞ്ഞപ്പോൾ സുജാത പറയുന്നു, പാലിന് വീണ്ടും ആവശ്യം വരില്ലേ, നീ പോയി വാങ്ങിച്ചോണ്ട് വാ. ഇല്ലമ്മ, പാല് അകത്തുണ്ട്, പോയി നോക്ക് എന്നൊക്കെ ശരവണൻ പറഞ്ഞപ്പോൾ സുജാത പറയുന്നു, കിച്ചണിൽ പാല് തീർന്നു അമ്മ, രഘു സാറിന് സൂപ്പർ മാർക്കറ്റിലെ പാല് പിടിക്കത്തില്ലെന്ന് ശരവണൻ പറയുന്നു. അതൊക്കെ രഘുവേട്ടനോട് ഞാൻ പറഞ്ഞോളാം, നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ചെല്ലെ പോയിട്ട് വാ എന്ന് പറഞ്ഞ് സുജാത ശരവണനെ പറഞ്ഞു വിടുകയാണ് പാല് വാങ്ങാനായിട്ട്. ഇതേസമയം ഹരിയാണെങ്കിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നു. വീണ അവിടേക്ക് വന്നപ്പോൾ ഹരി വീണയോട് പറയുന്നു, വീണ ഇനിയെങ്കിലും അമ്മാവനെ വിഷമിപ്പിക്കരുത്, അമ്മാവൻ തീരുമാനിച്ച ഈ യാത്ര തടസ്സമില്ലാതെ നടക്കണം. എന്തിന്, ദീർഘ സുമംഗലിയാവാനോ, അതും നിങ്ങളുടെ ഭാര്യയായിട്ട്? അതിനേക്കാൾ ഭേദം എനിക്കേതെങ്കിലും കായലിൽ ചാടി ചത്തൂടെ എന്ന് വീണ പറയുമ്പോൾ ഹരി പറയുന്നു, അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം, ഇപ്പോൾ തൽക്കാലം അമ്മാവൻ പറഞ്ഞ യാത്രയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ടെങ്കിൽ എടുത്തു വെക്ക്. വീണ പറയുന്നു, അച്ഛൻ ഒരു പഴഞ്ചനാണ്, അച്ഛൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കും ആ കാലപ്പഴക്കം കാണും, പക്ഷേ നിങ്ങൾ പ്രായം കൊണ്ട് ചെറുപ്പമല്ലേ, നിങ്ങൾക്കെങ്കിലും മാറി ചിന്തിച്ചുകൂടെ? ഹരി പറയുന്നു, പഴഞ്ചൻ കാര്യങ്ങളെല്ലാം മോശമാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. അച്ഛൻ, അമ്മ, മക്കള് ഇതൊക്കെ മനുഷ്യനുണ്ടായിടത്തോളം കാലം പഴക്കമുള്ളത് തന്നെയാണ്. സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അച്ഛനമ്മമാരെ കളയുമെങ്കിലും നമ്മുടെ പേര് അവിടെ തന്നെയാണ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല. പിന്നെ എല്ലാം പഴഞ്ചനാണെന്ന് പറഞ്ഞ് കൊട്ടിക്കൊഴിച്ചിരിക്കുന്ന പുതിയ സംസ്കാരം, നിന്റെ കണക്കിൽ നീ അതിൻ്റെ ആളാണല്ലോ എടി. എന്നിട്ട് നീ എന്താണ് നേടിയത്? സത്യസന്ധനായ ഒരാളെ കണ്ടുപിടിക്കാൻ നിനക്ക് പറ്റിയോ? നിന്നെ ചതിക്കാത്ത ഒരാളെ തിരിച്ചറിയാനെങ്കിലും നിനക്ക് പറ്റിയോ? കടമയെക്കുറിച്ചും ബഹുമാനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴേ ഇതൊക്കെ എന്തിനാണെന്ന് നിനക്ക് തോന്നും. ആ തോന്നൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. നീയും പ്രസവിക്കുമല്ലോ, തൊടാനും തലോടാനും നിന്റെ കയ്യിലും ഒരു കുഞ്ഞു വരും. കൊഞ്ചിച്ചും ലാളിച്ചും ആ കുഞ്ഞിനോട് ചിലതൊക്കെ പറയുമ്പോൾ ചില വാക്കുകൾ മുറിഞ്ഞു പോകും. ആ മുറിവിന്റെ ഉത്തരങ്ങളെ ബന്ധങ്ങൾ അതൊന്നും പറഞ്ഞ് തർക്കിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് കേട്ട് വീണ പറയുന്നു, എന്തൊക്കെ പറഞ്ഞ് തോൽപ്പിച്ചാലും ഈ ജീവിതത്തിൽ നിങ്ങളെ ഞാൻ സ്നേഹിക്കില്ല, ഒരു തരി പോലും സ്നേഹിക്കില്ല. ഹരി പറയുന്നു, നിരാശ തോന്നുമെങ്കിൽ എനിക്ക് പ്രതീക്ഷ വേണമല്ലോ. അതെ, ഇല്ല, നീ റെഡിയാവാൻ നോക്ക് എന്ന് ഹരി പറയുന്നുണ്ട്. എന്നിട്ട് ഹരി റെഡിയാവുന്നു. ദേഷ്യത്തോടെ നിൽക്കുകയാണ് വീണ. ഈ യാത്ര നടക്കാൻ പാടില്ല, ഇത് എങ്ങനെയെങ്കിലും മുടക്കിയേ പറ്റൂ എന്നൊക്കെ വീണ മനസ്സിൽ വിചാരിക്കുന്നു. ശേഷം വീണ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണയുമായി വരികയാണ്. എന്നിട്ട് അച്ഛനും ഹരിയും എവിടെയാണെന്ന് നോക്കുന്നു. രണ്ടുപേരും അപ്പുറത്ത് രണ്ട് വശത്താണെന്ന് അറിഞ്ഞതും പെട്ടെന്ന് ആ വാതിൽപ്പടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് വീണ. ഈ യാത്ര എങ്ങനെ നടക്കുമെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാണ് ആ എണ്ണ അവിടെ ഒഴിക്കുന്നത്. ഈ സമയം അമ്മാവൻ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വീണ അവിടെ മറിഞ്ഞു നിൽക്കുകയാണ്. അമ്മാവൻ അവിടേക്ക് വരുന്നു. അമ്മാവൻ അവിടെ ചവിട്ടാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഹരി അവിടുത്തെ ആ പണിക്കാരനോട് വഴക്കുണ്ടാക്കുകയാണ്. എന്താണ് നീ അവിടെ കാണിച്ചു കൂട്ടുന്നത്? അതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നത് കേട്ട് പെട്ടെന്ന് അമ്മാവൻ ആ എണ്ണയിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങിയ കാൽ പിന്നോട്ടേക്ക് എടുക്കുന്നുണ്ട്. ഒരു നിരാശയോടെ ഇപ്പോൾ നിൽക്കുകയാണ് വീണ. സ്വന്തം അച്ഛനെ തന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ വീണ. ഹരി, എന്താ മോനെ എന്ന് അമ്മാവൻ ചോദിക്കുന്നു. ആ കാണിക്കുന്നത് അമ്മാവനൊന്ന് നോക്കി അവിടെ പാകിയിരിക്കുന്നത് മുഴുവനും കൊത്തി കിളച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഹരി പറയുന്നുണ്ട്. എടാ, ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നേ ഉള്ളൂ, അതിനിടയ്ക്ക് എന്താ പറ്റിയതെന്ന് അവൻ ചെയ്തു വെച്ചേക്കുന്ന കണ്ടില്ലേ? ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ എനിക്ക് ദേഷ്യം വരും, പറഞ്ഞേക്കാമെന്ന് ഹരി. ഞാൻ പറയാമെന്ന് പറഞ്ഞ് അമ്മാവൻ അവിടേക്ക് പോകുന്നു. പെട്ടെന്ന് ഹരി അവിടേക്ക് വരുന്നുണ്ട്. ആ എണ്ണയിലേക്ക് നോക്കുകയാണ് ഇപ്പോൾ വീണ. അവിടെ വന്ന് നിൽക്കുകയാണ് ഹരിയും. ദേഷ്യത്തോടെ ഹരി വീണയെ നോക്കുന്നു. എന്നിട്ട് ആ എണ്ണയിലും നോക്കുകയാണ് ഇപ്പോൾ ഹരി. യഥാർത്ഥത്തിൽ അമ്മാവനെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി വെറുതെ ഒന്ന് ആ പണിക്കാരെ കുറ്റം പറഞ്ഞതായിരുന്നു ഹരി. കെണിവെച്ച് ഇരയെ കാത്തിരിക്കുന്ന വേട്ടക്കാരൻ ഇനി ഇരയെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, അതെപ്പോൾ വേണമെങ്കിലും വന്ന് വീണോലും ഞാൻ എല്ലാം കണ്ടു എന്ന് ഹരി പറയുകയാണ് വീണയോട്. വീണ അവിടെ എണ്ണ ഒഴിക്കുന്നത് ഹരി കണ്ടോണ്ട് വരികയായിരുന്നു. ആ സമയം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.